ലിംഗസമത്വം എന്ന ആശയത്തെക്കുറിച്ച് ലോകമെമ്പാടും വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും വേണമെന്ന വാദം ശക്തമായി ഉയരുമ്പോഴും പ്രായോഗിക തലത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനകൾ പലപ്പോഴും പുരുഷന്മാർക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തിക്കും വിമർശനങ്ങൾക്കും വഴിവെക്കാറുണ്ട്. നിയമപരമായ സംരക്ഷണം മുതൽ ദൈനംദിന ജീവിതത്തിലെ യാത്രാ സൗകര്യങ്ങളിൽ വരെ സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന മുൻഗണനകൾ യഥാർത്ഥത്തിൽ അസമത്വമാണോ സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പൊതുഗതാഗത സംവിധാനങ്ങളായ ബസ്സുകളിലും ട്രെയിനുകളിലും സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റുകളും കമ്പാർട്ട്മെന്റുകളും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൗകര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലും പുരുഷന്മാർക്കായി മാറ്റിവെച്ചിട്ടുള്ള ഇടങ്ങളിലും സ്ത്രീകൾ പ്രവേശിക്കുന്നതും അവിടെയുള്ള സീറ്റുകൾ കൈവശപ്പെടുത്തുന്നതും ഇന്ന് സാധാരണയായി കണ്ടുവരുന്നു. സുഹൃത്തുക്കൾ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ വിൻഡോ സീറ്റ് ലഭിക്കാനോ വേണ്ടി സ്ത്രീകൾ ജനറൽ കമ്പാർട്ട്മെന്റുകളെ ആശ്രയിക്കുമ്പോൾ അവിടെ സീറ്റ് ലഭിക്കാതെ നിൽക്കുന്ന പുരുഷന്മാരുടെ അവസ്ഥ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. പ്രായമായ പുരുഷന്മാരോ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരോ ഇത്തരത്തിൽ സീറ്റില്ലാതെ വലയുമ്പോഴും സ്ത്രീകൾ അവരുടെ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാകാത്ത സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.